ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് കിങ്ങിനെ തിരിച്ച് കൊണ്ടുവിടാൻ പോവാണ് കേട്ടോ. ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. വരുമ്പോൾ ഹാപ്പി ആയിട്ട് പോയി വിളിക്കും. അവൾ പോകുന്നതിൻ്റെ ഇതാണ് കേട്ടോ. എല്ലാവരും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക. ഹൃത്തിക്കാണെങ്കിൽ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവൾ പോവാണ് തിരിച്ച്. നല്ല വിഷമമുണ്ട് പോകുന്നതിനകത്ത്. കാര്യമുള്ള സമയം എമർജൻസിയിലാണ് വന്നതെങ്കിൽ പോലും മാക്സിമം നമ്മളെല്ലാവരും കൂടെ ചില്ലായായിരുന്നു. പിന്നെ ദേ അമ്മൂമ്മയ്ക്ക് കടയിൽ വന്നിട്ട് അമ്മൂമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുക്കും അവൾ പോകാൻ നേരം കേട്ടോ. സഫാനാണ് അതിനകത്തിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ നമ്മൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്രാവശ്യം കൊണ്ടുവിടാൻ പോകുന്നത് നമ്മൾ ട്രെയിനിൽ തന്നെ കേട്ടോ. അങ്ങനെ ഞാനും മേഘയും ഹൃത്തിക്കൂടാണ് പോകുന്നത് കൊണ്ടുവിടാൻ. അങ്ങനെ ഹൃത്തിക്കാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്കിനും ആ മാനേജറിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലിരുന്ന കല്ല് ഫുള്ള് എടുത്ത് കളയുമായിരുന്നു കേട്ടോ. ഹൃത്തിക്കിനാണെങ്കിൽ വഴക്ക് പറഞ്ഞുകൊണ്ട് ഹൃത്തിക്ക് കെറിയിച്ച് കിടക്കുക കേട്ടോ. പിണങ്ങി കിടക്കുക ഇവന്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓട്ടമായിരുന്നു. ട്രെയിനും വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്കും മൊത്തത്തിൽ പേടിയായിപ്പോയി കേട്ടോ. അങ്ങനെ നമുക്ക് ട്രെയിൻ വന്ന് നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ റിസർവേഷനിലാണ് കയറിയത് കേട്ടോ. TTR വരുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. പിന്നെയും കുഞ്ഞു കയ്യിലുണ്ടല്ലോ, അവനുള്ളത് കൊണ്ടാണ് നമ്മൾ ലോക്കലിൽ കയറാഞ്ഞ് തന്നെ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ തന്നെ TTR വന്നു കേട്ടോ. ഞങ്ങളുടെ രണ്ടും കഴിഞ്ഞ് എന്ത് പറയുന്നു ഒന്നും അറിയത്തില്ല. പിന്നെ പുള്ളിക്കാരൻ വന്ന് നമ്മൾ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞൊക്കെ ഉള്ളപ്പോഴത്തേക്കിന് നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു കേട്ടോ. അപ്പം നമ്മുടെ പഴയ പേയ്മെൻറ്റിനകത്തുനിന്ന് ഇത് കുറച്ചിട്ട് നമ്മളുടെ 3 പേരുടെയും പേരും വയസ്സും എല്ലാം വെച്ചിട്ട് നമുക്ക് സീറ്റ് അറേഞ്ച് ചെയ്ത് തന്നു. പിന്നെ നമ്മൾ ഹാപ്പി ആയിരുന്നു. പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങളൊരു ബിസ്ക്കറ്റൊക്കെ മേടിച്ചുണ്ടാക്കിയത് കുഞ്ഞു എത്രയൊരാവു കഴിഞ്ഞു ചിറകിൽ നിന്നെ ഞാൻ മൂടി കുളിരിരവിൽ കൂട്ടിരുന്നില്ലയോ വയണ പൂക്കുവാൻ കാത്തു നിൽക്കാതെ തനിയെ. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ. ഈ ട്രെയിൻ പോകുന്ന എല്ലാം എനിക്ക് കറക്റ്റ് സമയത്ത് ആ ഒരു ഇത് എനിക്ക് എടുക്കാൻ പറ്റി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ട്രെയിനിൽ കയറിയതല്ലേ. ഹൃത്തിക്ക് ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ ഹൃത്തിക്കാണെന്നുണ്ടെങ്കിൽ അവനാണെങ്കിൽ അങ്ങ് ഭയങ്കര ഹാപ്പിയായിരുന്നു. കാര്യം അവൻ്റെ ഫ്രീഡം പോലെ എല്ലായിടും അവന് അങ്ങ് നടക്കുമായിരുന്നു കേട്ടോ. ഞങ്ങളാണ് അവൻ്റെ പുറകിനുമായിരുന്നു. അങ്ങനെ ഈ ട്രെയിൻ പോകുന്നതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആലുവ എത്തിയപ്പോൾ തന്നെ 3 മണിയായി. 3:15 നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോയിലാണ് പോകുന്നത് കേട്ടോ. പിന്നെ ആ ഓട്ടോക്കാരൻ നമ്മളെ കറക്റ്റ് സമയത്ത് നമ്മളവിടെ എത്തിക്കാൻ മാക്സിമം ശ്രമിച്ച്. അങ്ങനെ ഞങ്ങൾ എറണാകുളം കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടൊക്കെ എത്തി. അടിപൊളിയായിരുന്നു. എപ്പോഴും പോകുന്നത് പോലെയല്ല, ഒരുപാട് സമയം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. എല്ലാം നടന്ന് കാണാൻ പറ്റി കേട്ടോ. അവിടെ ആണെങ്കിൽ ഒരുപാട് ഗാർഡനുകളുണ്ടായിരുന്നു. അതായിരുന്നു ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ ഫ്ലൈറ്റൊക്കെ താഴെ ഇരുന്നതിന് അടുത്ത് കണ്ടു കേട്ടോ. ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ ഇവിടെ കാണാനുണ്ടായിരുന്നു. നമ്മൾ പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളിങ്ങ് തിരിച്ചു വരുന്ന രീതിയിലായിരുന്നു പോകുന്നത്. കാര്യം നമ്മൾ ടാക്സിയൊക്കെ വിളിച്ച് പോകുമ്പോൾ അങ്ങനെയാണല്ലോ. പക്ഷേ ഇത് നമ്മളുടെ ഫ്രീഡം പോലെ തന്നെ നമുക്കെല്ലാം കണ്ട്. ആരും ഇല്ലല്ലോ നമ്മുടെ അടുത്ത് ചോദിക്കാനോ പറയാനോ ഒന്നും ആരും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും കൂടെ പോയി നിന്ന് എല്ലാ കാഴ്ചകളും കണ്ട് ഭയങ്കര ഇതായിട്ടാണ് വന്നത് കേട്ടോ. നല്ല ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ തിരിച്ചത്. അവൾ പോയതിൻ്റെ ഒരു വിഷമം ഉണ്ടെങ്കിലും ഞങ്ങളെല്ലാം കണ്ട്. പിന്നെ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാനൊന്നും സമയമില്ലായിരുന്നു. പെട്ടെന്ന് നമ്മൾ കഴിച്ച കാര്യം നമുക്ക് റിപ്പോർട്ടിംഗ് സമയം ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമ്മൾ പുറത്ത് നിന്നില്ല. അവൾ കയറിപ്പോയി. പിന്നെ ഞാനും മേഘയും കുഞ്ഞൂടായിരുന്നു എല്ലാം കണ്ടത് കേട്ടോ. ഈ പോകുന്ന വഴിക്കാണ് ഒരുപാട് കാണാൻ കാഴ്ചകളുള്ളത്. ഞങ്ങൾ എന്നിട്ട് അതിനകത്തൂടെയൊക്കെ നടന്ന് ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും പറയുമോ, നമുക്കറിയത്തില്ലല്ലോ, റൂൾസ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഫസ്റ്റ് ടൈമല്ലേ നമ്മൾ ഇത്രയും സമയം അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഗാർഡൻ ആ സംഭവങ്ങളൊക്കെ അതിനകത്തൂടെയൊക്കെ പോകുമ്പോഴൊക്കെ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമെന്നൊക്കെ ഉള്ളത്. കാരണം ഞങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും ആദ്യ സമയത്തൊക്കെ വിസിലടിക്കുമായിരുന്നു അവിടുത്തെ സെക്യൂരിറ്റികൾ കേട്ടോ. നമുക്കറിയത്തില്ല. പിന്നെ ഓക്കെ ആയി. പിന്നെ ഞങ്ങളിവിടെ വന്ന് കുറേ സമയം ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഫ്ലൈറ്റൊക്കെ പോകുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഫ്ലൈറ്റിലേക്ക് ആവശ്യമുള്ള ഫുഡുകളൊക്കെ വന്ന് വണ്ടിയും കൊണ്ട് വരുന്നതൊക്കെ അവിടെ ആയിരുന്നു. പിന്നെ കുറേ ആനകളും അതിൻ്റെ മുകളിലായിട്ട് കുറേ പ്രതിമകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതെല്ലാം കണ്ട് ഹൃത്തിക്കിനെ അതൊക്കെ കാണിച്ച്. പിന്നെ ഹൃത്തിക്കാണെങ്കിൽ താഴെ ഇറങ്ങി കളിച്ചോളാഞ്ഞ് വയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇതിലേ ഫ്ലൈറ്റ് പോകുന്നത് ഞങ്ങൾ നോക്കിയിരിക്കുവാണ് കേട്ടോ. ഇതിലെയാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതിൽ നിൽക്കുകയാണ്. പക്ഷേ ഇതിലേ അല്ല പോയത്, അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് പോയത്. പെട്ടെന്ന് എനിക്കത് എടുക്കാൻ പറ്റി. എന്നാലും ഞങ്ങൾ ഇതിലേ ആയിരിക്കും എന്ന് ഞങ്ങൾ തന്നെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അതിലേ അല്ലായിരുന്നു. ഇതിലെയാണ് പോകുന്നത് കേട്ടോ.
പിന്നെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഫ്ലൈറ്റിലേക്കുള്ള ഫുഡും അവിടത്തേക്കുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവരുന്നത്. ഈ ഒരു ഗേറ്റിൻ്റെ അടുത്തൂടാണ്. ഞങ്ങളങ്ങനെ കുറേ കണ്ടായിരുന്നു. അത് വെച്ച് ഞങ്ങൾ വിചാരിച്ചാണ് അതിലായിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പൂക്കളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ സമയം ഇവിടെ തന്നെ നല്ലതായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. അപ്പോൾ അത് ഇൻഡിഗോയുടെ ഫ്ലൈറ്റാണ് ആ പോകുന്നത് കേട്ടോ താഴെ കൂടെ. അതൊക്കെ ഞങ്ങൾ കണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങൾ. കാര്യം ഒരുപാട് സമയം നമുക്ക് ഈ എയർപോർട്ടിൽ നമ്മൾ നിന്ന് കേട്ടോ. 4:30-ക്ക് വരേണ്ട ട്രെയിനാണ് ഞങ്ങൾ 6 മണിക്കത്തെ ട്രെയിനാവുന്നത്. അത്രയും സമയം ഞങ്ങളവിടെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഹൃത്തിക്കും മേഘയും കൂടി ഇങ്ങനെ നടന്ന് പുറത്തിറങ്ങാനായിട്ട് പോവാം കേട്ടോ. നമുക്കിവിടെ നിന്നിട്ട് ഒന്നും അങ്ങോട്ട് തിരിയുന്നില്ല. എന്നാലും ഞങ്ങൾ കണ്ടുപിടിച്ച് ഞങ്ങൾ പോകുന്ന വഴിക്കും ഇഷ്ടംപോലെ പൂക്കളും കാടുകളും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കണ്ട് സന്തോഷിച്ച് ഹാപ്പിയായിട്ട് ഞങ്ങൾ പോയി കേട്ടോ. ഇവിടെ മാനേജ് ചെയ്യുന്നത് തന്നെ ഒരു ഭയങ്കര കഴിവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ട്രെയിനകത്ത് രാത്രിയായി ഞങ്ങൾ തിരിച്ച് വന്നപ്പം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.